കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. വാദം പൂർത്തിയാക്കിയ കോടതി വിധി പറയാനായി മാറ്റുകയായിരുന്നു. വിവരങ്ങൾ രഞ്ജിത് ലാൽ നൽകും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെ കേസായ കട്ടിളപ്പാളി കേസിലാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ദ്വാരപാലക കേസിൽ ജനുവരി 21 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും പുറത്തു കടക്കാനായിരുന്നില്ല. അതായത് ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും ജയിൽ മോചിതനാകാൻ സാധിച്ചിരുന്നില്ല. കാരണം കട്ടിളപ്പാളി കേസിൽ അപ്പോഴും ജാമ്യം നിഷേധിച്ചൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഇന്നാണ് ഈ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതും കടുത്ത ഉപാധികളോടെയാണ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നൽകിയത്. 10 ഉപാധികളാണ് പ്രധാനമായും കോടതി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്ന്, പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നും അതേപോലെ തന്നെ സംസ്ഥാനം വിട്ടു പോകാൻ പാടില്ല, ജില്ലയിൽ പ്രവേശിക്കരുത്, അതായത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, ഈ സാക്ഷികളെ സ്വാധീനിക്കരുത്, അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലും 2 ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടാമത്തെ കേസിലും കൂടി ജാമ്യം ലഭിച്ചതോടെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികളാണ് ജയിൽ മോചിതരായത്. അതിൽ മുരാരി ബാബു ആയാലും, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ആയാലും, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ആയാലും സ്വാഭാവിക ജാമ്യം എന്നോളമാണ് ഇവർ 2 പേരും ജയിൽ മോചിതനായത്. എന്നാൽ എസ് ശ്രീകുമാർ ആകട്ടെ അറസ്റ്റിലായി 43-ാം ദിവസമാണ് ജയിൽ മോചിതനായത്. അത് തെളിവുകളുടെ അഭാവത്തിലാണ് ഇത്തരത്തിൽ ശ്രീകുമാറിന് ജാമ്യം അനുവദിച്ചത്. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം എടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90 ദിവസം അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം അനുവദിച്ചത്. കോടതി തന്നെ ഇതിൽ പറയുന്നത് സ്വാഭാവിക ജാമ്യം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ് എന്ന് കോടതി തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടി ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് 4 പ്രതികളാണ് ജാമ്യത്തിൽ പുറത്ത് ഉള്ളത്. ഈ കേസിൽ നമുക്കറിയാം ഏറെ നിർണായകമായ ഒരു കേസ്. 2019 ഇത്തരത്തിൽ കട്ടിളപ്പാളികളിൽ നിന്നും സ്വർണം പൂശുന്നതായി കൊണ്ടുപോയി തിരികെ വന്നപ്പോൾ ഇത്തരത്തിൽ സ്വർണം ഇല്ല, അല്ലെങ്കിൽ സ്വർണം മുക്കി എന്ന ഒരു കേസാണ്. ആ കേസിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു കേസ് ഇത്രയും എത്തി നിൽക്കുന്നത്. അതിൽ അല്ലെങ്കിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തു വരുന്നത്. എന്തായാലും കേസിൽ SIT ഒരു ഭാഗത്ത് അന്വേഷണം പുരോഗമിക്കുമ്പോഴും ED മറ്റൊരു ഭാഗത്ത് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ EDയുടെ ഒരു നീക്കം എന്ന് പറയുന്നത് നേരത്തെ തന്നെ കേസിൽ നിന്നും ജാമ്യം ലഭിച്ച് പുറത്തു വന്ന മുരാരി ബാബുവിനെ ED ചോദ്യം ചെയ്തിരുന്നു. മുരാരി ബാബുവിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളിൽ നിന്നും വിശദാംശങ്ങൾ തേടാനാണ് ED ചോദ്യം ചെയ്തത്. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ നോട്ടീസ് നൽകിയാണ് ED മുരാരി ബാബുവിനെ പറഞ്ഞയച്ചത്. അതേപോലെ തന്നെ പോറ്റിയെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് ED കടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ED കുറച്ച് നേരത്തെ പുറത്തു വന്ന വിവരപ്രകാരം ED പറയുന്നത് ഇത്തരത്തിൽ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും, അതുമായി ബന്ധപ്പെട്ട് സമൻസ് തയ്യാറാക്കി കഴിഞ്ഞു, ഈ സമൻസ് പോറ്റിക്ക് അയക്കുമെന്ന് തന്നെയാണ് EDയുടെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണം. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചാൽ പോലും SIT അന്വേഷണം ഒരു ഭാഗത്ത് തുടരുമ്പോഴും ED അന്വേഷണം കൂടി നേരിടേണ്ടി വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കും. എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ്, അല്ലെങ്കിൽ ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി നീട്ടി. 14 ദിവസം കൂടി തന്ത്രി കണ്ഠരര് രാജീവരെ റിമാൻഡിൽ തുടരും. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുമാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. 2 തവണ സ്വർണ്ണപ്പാളികൾ കടത്തിയതിലും തന്ത്രിക്ക് പങ്കുണ്ടെന്നും പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും അന്വേഷണ സംഘം വാദിച്ചു. തന്ത്രിയുടെ കൈപ്പട പരിശോധിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ദ്വാരപാലക പാളികൾ കൊടുത്തുവിടാൻ അനുമതി നൽകിയത് തന്ത്രി സ്വന്തം കൈപ്പടയിലാണ് എഴുതി നൽകിയതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാണ് പോലീസിന്റെ നീക്കം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ നിയമസഭയിൽ ഇന്നും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. മുദ്രാവാക്യം വിളികളും ബാനറുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സമരം നിയമസഭയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. SIT അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടും സഹകരിക്കാത്ത പ്രതിപക്ഷത്തിന്റെ നിലപാട് നിർഭാഗ്യകരമാണെന്ന് സ്പീക്കർ പറഞ്ഞു. പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തൊട്ടു പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെട്ട പോസ്റ്ററുകളുമായി ഭരണപക്ഷ MLA മാർ നിയമസഭയ്ക്ക് മുന്നിൽ പ്രകടനം നടത്തി. വിവരങ്ങൾ D ബിനോയ് നൽകും.
15ാം നിയമസഭയുടെ 16ാം സമ്മേളനം ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തന്നെ ഊന്നി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുപോലെ ഈ വിഷയത്തിൽ കൃത്യമായി നിയമസഭയിൽ ബഹളം വെച്ചും പരസ്പരം പഴിചാരിയും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചും മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പ്രതിപക്ഷം പിടിച്ചെടുത്തതെന്ന് പിന്നോട്ട് പോകുന്നില്ല. പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്നത് സ്വർണ്ണപ്പാളി വിവാദത്തിൽ അല്ലെങ്കിൽ വിവാദം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മേൽ സംസ്ഥാന സർക്കാർ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നു. ഈ സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന കക്ഷികളെല്ലാം തന്നെ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്നത്. കുറ്റപത്രം നൽകാനോ അല്ലെങ്കിൽ തൊണ്ടി മുതൽ കണ്ടെത്താനോ കഴിയാതെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലേക്ക് ഇറങ്ങപ്പെടുന്ന ആളുകൾ പുറത്തെത്തിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള കേസ് അട്ടിമറിക്ക് ഒരു നീക്കം നടത്തും. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ഇന്നും നടുത്തളത്തിൽ ഇറങ്ങി സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി നിന്നുകൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തി വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിച്ചു. ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി ഭരണപക്ഷത്തെ മന്ത്രിമാരും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ അരയും മെയ്യും മുറുക്കി രംഗത്തെത്തുന്ന കാഴ്ചയും ഇന്ന് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത് ഒരു പടി കൂടി ഇന്ന് ഭരണപക്ഷം ആരോപണങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. അതായത് ഈ യു ഡി എഫ് പ്രതിനിധികൾ, അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും അജയ് തറയിലിൻ്റെയും സമയത്താണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്തെത്തിയതും അന്ന് മുതലാണ് അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയെന്നുമെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിന് നേരെ ഭരണപക്ഷം ആക്രമണം അഴിച്ചുവിട്ടതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം മന്ത്രി MP രാജേഷ് ആയിരുന്നു ഇന്ന് ഭരണപക്ഷത്തിന് വേണ്ടി പ്രതിപക്ഷത്തെ എതിർക്കാൻ രംഗത്തെത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയായിരുന്നു ഇന്നും സഭയിൽ വലിയ തരത്തിലുള്ള ശബ്ദം നിറഞ്ഞ ഒരു അന്തരീക്ഷം. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിക്കുന്നു, ഒപ്പം പ്ലക്കാർഡുകൾ ഉയർത്തുന്നു. അതേസമയം ഭരണപക്ഷം ഇന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് ചില ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകളാണ് സോണിയാഗാന്ധിയും UDF കൺവീനർ അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ ഉള്ള ചിത്രങ്ങൾ നിയമസഭയിൽ ഉയർത്തി കാണിച്ചു. ഒപ്പം തന്ത്രിയും പ്രയാർ ഗോപാലകൃഷ്ണനുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചും ഒക്കെയായിരുന്നു ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തെ ചെറുത്തത്. എന്തായാലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നതിന് ഇടയിൽ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ സഭ വിട്ട് പുറത്തേക്ക് പോവുകയും ആദ്യം ഡയസിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. അതിനുശേഷം പിന്നീട് സഭാ ബഹിഷ്കരണത്തിലേക്ക് കടന്നു. അതേസമയം ഭരണപക്ഷമാകട്ടെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഭരണപക്ഷ അംഗങ്ങൾ എല്ലാം തന്നെ ഈ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രധാന കവാടത്തിന് വെളിയിലെത്തിയിരുന്നുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഇത് ഏകദേശം 18ഓളം അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്ത ഒരു സർക്കാരാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്. ആ സർക്കാർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായിട്ട് പോലും പ്രതിപക്ഷം ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി MP രാജേഷും സ്പീക്കറും ഉൾപ്പെടെയുള്ളവർ പറയുന്നു. കാരണം ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് തയ്യാറാകാതെ സഭാ നടപടികൾ മുടക്കി മുന്നോട്ട് പോകുന്നതെന്നും ഭരണപക്ഷം ആരോപിച്ചു. അതേസമയം ഈ ഭരണപക്ഷ ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷവും മുന്നോട്ട് പോയത്. കാരണം ഇതിനകത്ത് സർക്കാരിൻ്റെ ഇടപെടൽ വലിയ തരത്തിൽ ഇപ്പോഴും ഈ SITയുടെ മുകളിലുണ്ട്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ചില ആളുകൾ അറസ്റ്റിലാകാത്തതും ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ജാമ്യം കിട്ടാൻ ഇടയാകുന്നതെന്ന് പറയുന്നു. ഒപ്പം ജയിലിൽ കിടക്കുന്നവരിൽ 3 പേര് CPMൻ്റെ ആളുകളാണ്. അതിൽ വ്യക്തമായ രാഷ്ട്രീയമുള്ളവർ തന്നെ ആയിരുന്നു എന്നൊക്കെ തരത്തിൽ പ്രതിപക്ഷവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ ഭരണ പ്രതിപക്ഷ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ഇന്ന് സഭ പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി 23-ാം തീയതിയാണ് സഭ വീണ്ടും ചേരുക. ഇതിനിടയിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം LDFൻ്റെയും UDFൻ്റെയും പ്രചരണ ജാഥകൾ പുറപ്പെടേണ്ടതായിട്ടുണ്ട്. മേഖലാ ജാഥകൾ LDFൻ്റെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. വടക്കൻ മേഖലാ ജാഥ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. LDFൻ്റെ മധ്യ കേരള ജാഥ 6-ാം തീയതി തുടങ്ങും. അങ്ങനെ ഈ മേഖലാ ജാഥകളെല്ലാം തന്നെ തുടങ്ങാനിരിക്കുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ നിയമസഭാ സമ്മേളനങ്ങൾ നടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഈ മാസം 23 വരെ നിയമസഭയ്ക്ക് താൽക്കാലികമായ ഒരു അവധി നൽകിക്കൊണ്ട് ഇനി എല്ലാവരും അവരുടെ മേഖലാ ജാഥകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. നാളെയാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ കാസർഗോഡ് നിന്നും തുടങ്ങുന്നത്. പ്രതിപക്ഷ നേതാവിന് ഭയമാണെന്ന് മന്ത്രി MP രാജേഷ്. അതാണ് ഈ കോപ്രായമൊക്കെ കാണിക്കാൻ കാരണം. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസിന്റെ കാലത്താണെന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നില്ലേ? സത്യം മുഖത്തടിക്കുമ്പോൾ പ്രതിപക്ഷം കണ്ണടയ്ക്കുകയാണെന്നും MP രാജേഷ് പറഞ്ഞു.
ഇതൊരു കുത്തുകേസല്ല, ഇതൊരു സാധാരണ കേസല്ല. ധൃതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. അതാണ് സാർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണമെന്നതാണ് അവരുടെ ആവശ്യം. പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. ഭയമാണ്, ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് സാർ, ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ? പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായിരുന്ന കാലത്തല്ലേ? അതേത്തറയിൽ മെമ്പറായിരുന്ന കാലത്തല്ലേ? ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടാൻ? പോറ്റിയെ കേറ്റിയ ആളുകൾ പരലോകത്തും ഇഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് എന്ന് ഇന്ന് വസ്തുതകൾ സഹിതം പുറത്തു വന്നില്ലേ? പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ തുടർച്ചയായ 4ാം ദിനവും തടസ്സപ്പെട്ടു. ലോക്സഭയിൽ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രധാനമന്ത്രിക്കെതിരായ പ്ലക്കാർഡുകളും മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതിലുമായിരുന്നു പ്രതിഷേധം. ഇതിനിടെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയം ലോക്സഭ ചർച്ചയില്ലാതെ പാസാക്കി. പ്രതിഷേധം തുടർന്നതോടെ സ്പീക്കർ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. सदन में तख्तियां लेके आओगे और बैनर लेके आओगे तो सदन में बोलने नहीं दिया जाएगा। माननीय सदस्यगण, धन्यवाद प्रस्ताव पर। തിരുവനന്തപുരം കോട്ടൂർ കാപ്പുകാടിയിൽ ആനപ്പാപ്പാനെ തുമ്പി കൈകൊണ്ട് അടിച്ചു കൊന്നു. ഉച്ചക്കട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. കാപ്പുകാട് ആന പരിപാലന കേന്ദ്രത്തിലായിരുന്നു സംഭവം. വിവരങ്ങൾ വിജിത നൽകും. സൂചിപ്പിച്ചതുപോലെ തന്നെ ആനപരിപാലന കേന്ദ്രത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു എന്ന് പറയുന്ന 27 വയസ്സുകാരനാണ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആനകളെ കുളിപ്പിക്കാനായി വിഷ്ണു കൊണ്ടുപോയതായിരുന്നു. 4 ആനകളെയാണ് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഈ മനു എന്ന് പറയുന്ന ആനയെ കുളിപ്പിച്ച് കയറ്റിയതായിരുന്നു. തുടർന്ന് ഈ ആന വിഷ്ണുവിനെ വെള്ളത്തിലേക്ക് തട്ടുകയും തുടർന്ന് തുമ്പിക്കൈ കൊണ്ട് ക്രൂരമായി അടിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടെയുള്ള പാപ്പാന്മാരൊക്കെ ഇത് കണ്ട വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. തുടർന്ന് വിഷ്ണുവിനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബാലരാമപുരം ഉച്ചക്കട സ്വദേശിയാണ് ഈ വിഷ്ണു. എന്തായാലും വിഷ്ണുവിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. നെയ്യാറ്റിൻകര ആശുപത്രിയാണ് വിഷ്ണുവിന്റെ മരണം സ്ഥിരീകരിച്ചത്. വളരെയധികം ദാരുണമായിട്ടുള്ള, കാരണം ഇത്രയും കാലം പരിപാലിച്ച ഒരു ആനയുടെ കൈകൊണ്ട് തന്നെ, തുമ്പിക്കൈ കൊണ്ട് തന്നെ മരണം ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് വളരെയധികം ദാരുണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. MS മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനകൾ ഓട്ടോറിക്ഷ തകർത്തു. ഊമയാണ്ടിമുടക്ക് വാട്ടർ ബായ് എസ്റ്റേറ്റിലാണ് സംഭവം. എസ്റ്റേറ്റിലെ താമസക്കാരനായ പ്രഭുവിന്റെ ഓട്ടോറിക്ഷയാണ് കാട്ടാനകൾ തകർത്തത്. ഓട്ടോ കൂടാതെ വീടിന്റെയും ആശുപത്രിയുടെയും ജനൽ ചില്ലുകളും കാട്ടാനകൾ തകർത്തിട്ടുണ്ട്. പുലർച്ചെ കാടിറങ്ങിയ 4 ആനകളടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത്. ആനകൾ ഓട്ടോറിക്ഷയും ജനലുകളും തകർക്കുന്ന ശബ്ദം കേട്ട് പ്രദേശത്തുള്ളവർ ഓടി മാറിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. തമിഴ്നാട് വാൽപ്പാറയിലാണ് കാട്ടാനകൾ ഓട്ടോറിക്ഷ തകർത്തിരിക്കുന്നത്. ഊമയാണ്ടിമുടുക്ക് വാട്ടർ ബായ് എസ്റ്റേറ്റിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. എസ്റ്റേറ്റിലെ താമസക്കാരനായ പ്രഭുവിന്റെ ഓട്ടോറിക്ഷയാണ് ഇത്തരത്തിൽ കാട്ടാനകൾ തകർത്തത്. ഓട്ടോ കൂടാതെ തന്നെ വീടിന്റെ ആശുപത്രിയുടെയും ജനൽ ചില്ലുകളും അടക്കം കാട്ടാനകൾ തകർത്തിട്ടുണ്ട്. പുലർച്ചെ കാടിറങ്ങിയ 4 ആനകൾ അടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനകൾ ഓട്ടോറിക്ഷയും ജനലുകളും തകർക്കുന്ന ശബ്ദം കേട്ട് പ്രദേശവാസികൾ ഓടി മാറിയതിനാൽ വലിയ അപകടമാണ് ഇത്. കാടിറങ്ങി വന്ന 4 ആനകളടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. ഓട്ടോറിക്ഷ, അതുപോലെ തന്നെ വീടിന്റെ ജനൽ ചില്ലുകളും ഹോസ്പിറ്റലിന്റെ അടക്കം ജനൽ ചില്ലുകൾ അടക്കം കാട്ടാന തകർത്തിട്ടുണ്ട്. ആളുകളെല്ലാം കൃത്യമായ സമയത്ത് തന്നെ ഓടി മാറിയതിനാൽ വലിയൊരു അപകടത്തിൽ നിന്നാണ് ഒഴിവായത്.
സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപിക നിയമനത്തിനുള്ള ഭിന്നശേഷി സംവരണത്തിൽ നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. NSSന് കീഴിലുള്ള സ്കൂളുകൾക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുകയാണ് സർക്കാർ നയമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്. കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതോടെ ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുന്ന എല്ലാ അധ്യാപകർക്കും മുൻകാല പ്രാബല്യത്തോടെ സ്ഥിര നിയമനം നൽകാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. പ്രസ്തുത സത്യവാങ്മൂലത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ സമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജനറൽ കാറ്റഗറിയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനാംഗീകാരത്തിന് അപ്രൂവൽ നൽകുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കൂ എന്നതാണ് സർക്കാർ നയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവിനെതിരെ ഹാരിസ് ബീരാൻ MPയെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗിൽ ആലോചന. ശക്തനായ സ്ഥാനാർത്ഥിയെ വേണമെന്ന കോൺഗ്രസ് അഭിപ്രായം പരിഗണിച്ച ശേഷമാണ് ഹാരിസ് ബീരാനിലേക്ക് ലീഗിലെ ചർച്ചകൾ നീണ്ടത്. ഇത് സംബന്ധിച്ച് അടുത്തയാഴ്ച തീരുമാനമുണ്ടായേക്കും. കളമശ്ശേരി സീറ്റ് കിട്ടുകയാണെങ്കിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുക എന്നതായിരുന്നു ആഗ്രഹമെങ്കിലും കളമശ്ശേരി സീറ്റ് ലീഗ് തന്നെ നിലനിർത്തണമെന്ന് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി വാശിയിലാണ്. ഇതോടെ കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. തുടർന്ന് ഹാരിസ് ബീരാൻ MPയുടെ പേര് ലീഗ് പരിഗണിക്കുന്നത്. സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാൻ ആലോചനയുണ്ടായിരുന്നെങ്കിലും ഇരു പാർട്ടികളിലും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. തിരുവനന്തപുരത്ത് വിഷ്ണു രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച CPM ബ്രാഞ്ച് സെക്രട്ടറി വിനോദും സുഹൃത്തുക്കളും കോൺഗ്രസിൽ ചേർന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. 2008 RSS പ്രവർത്തകർ കൊലപ്പെടുത്തിയ വിഷ്ണുവിന്റെ സഹോദരനാണ് വിനോദ്. CPMന്റെ വഞ്ചൂർ ബ്രാഞ്ച് അംഗമായിരുന്ന വിഷ്ണു 2022 പ്രതികളെല്ലാവരെയും ഹൈക്കോടതി വെറുതെ വിട്ടു. ഫണ്ട് തിരിമറിയിൽ നടപടി നേരിട്ട മുൻ ലോക്കൽ സെക്രട്ടറിയെ CITU ജില്ലാ സെക്രട്ടറി ആക്കിയതിൽ പ്രതിഷേധിച്ചാണ് നടപടി. അത് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടും അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ടും തിരുവനന്തപുരത്ത് ഇപ്പോൾ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ടും ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് പാർട്ടി അടിച്ചു മാറ്റിയതാണ്. മാത്രമല്ല അവരെ സങ്കടപ്പെടുത്തിയത്. എന്നിട്ടും അവർ പാർട്ടിയിൽ നിന്നു. പിന്നീട് പാർട്ടി നടപടിയെടുത്തു ഒരു പരാതി കൊടുത്തപ്പോൾ, അല്ലേ? ആ നടപടി എടുക്കപ്പെട്ട ഒരാളെ ഇപ്പോൾ ഡബിൾ പ്രൊമോഷൻ അല്ല ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് CITUവിന്റെ ജില്ലാ സെക്രട്ടറി ആക്കിയിരിക്കുക. അത് ആ കുടുംബത്തിന് ഒരുപാട് വേദനയും പ്രയാസവും സങ്കടവും ഉണ്ടാക്കി. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ഈ നഗരത്തിൽ CPMന്റെ DYFIയുടെ SFIയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വിഷ്ണുവിന്റെ ജ്യേഷ്ഠൻ വിനോദും സഹപ്രവർത്തകരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയുടെ മരണത്തിൽ വിശദീകരണവുമായി കോൺഫിഡന്റ് ഗ്രൂപ്പ്. കമ്പനിക്ക് പിന്നാലെ EDO CBO ഇല്ലെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് വ്യക്തമാക്കി. തങ്ങളുടെ പക്കൽ ആരുടെയും കള്ളപ്പണമില്ല, മരിച്ചിട്ടും ചിലർ റോയിയെ വേട്ടയാടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം റോയിയുടെ മരണം മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും TA ജോസഫ് അറിയിച്ചു. റോയി കൈകാര്യം ചെയ്തിരുന്നത് ബംഗളൂരിലെ കാര്യങ്ങൾ മാത്രമാണ്. കേരളത്തിലെ പ്രോജക്റ്റുകളുടെ മുഴുവൻ ചുമതലയും തനിക്കാണെന്നും നാളെ മുതൽ കൊച്ചിയിലെ ഓഫീസിൽ താൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റോയിയുടെ മരണത്തിന് ശേഷം ഇതാദ്യമായാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് വിശദീകരണവുമായി എത്തുന്നത്. അതേസമയം റോയിയുടെ മരണത്തിൽ അന്വേഷണം നടത്തുന്ന കർണാടക SIT സംഘം കേരളത്തിലേക്ക് എത്തുമെന്നാണ് വിവരം. കേരളത്തിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇടപാടുകളടക്കം പരിശോധിക്കും. MD എന്ന നിലയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ നേരിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഡയറക്ടേഴ്സിന്റെയും സ്റ്റാഫിന്റെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വേറൊരുവിധ പ്രശ്നങ്ങളോ ഒന്നിനെ കുറിച്ചും ഒരാളും ബോധരാണ്ട് ഇറ്റ് വിൽ ബി ഗോയിങ് ആസ് യൂഷ്വൽ. പിന്നെ ഞങ്ങളെ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞങ്ങൾ തന്നെ ചെയർമാൻ ടിൽ ദ സെക്യൂരിറ്റി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോയി അന്നു വേണ്ട
ആഹാരത്തിനുള്ള പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കമ്പനിയെ കെട്ടിപ്പുറത്തിരിക്കുന്നത്. അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിന്റെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ കള്ളക്കടത്ത് പണമോ അല്ലെങ്കിൽ അവിടത്തെ പണമോ ഇവിടത്തെ പണമൊന്നും ഇവിടെ ഇല്ല 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 അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതൊന്നും നിങ്ങൾ കേട്ട് ഗവനിക്കണം. എന്നാൽ ഇവരെ ഉണ്ടെങ്കിൽ വരട്ടെ, അതൊക്കെ കേട്ട് വരട്ടെ, അപ്പോൾ നമുക്കത് നോക്കാം. വെസൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിത മുസ്തഫയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകിട്ട് 5 മണിവരെയാണ് കുന്നമംഗലം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് 2 ദിവസത്തേക്കായിരുന്നു പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു തുടങ്ങി. ഇതിനിടെ കേസിൽ ഷിംജിതയുടെ ജാമ്യാപേക്ഷയെ നാളെ കോഴിക്കോട് സെഷൻസ് കോടതി പരിഗണിക്കും. മാവേലിക്കര മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ M. മുരളി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മാവേലിക്കരയിൽ നിന്ന് 4 തവണ MLA ആയിട്ടുണ്ട്. 1991 മുതൽ 2006 വരെ മാവേലിക്കരയിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു. 2021 ചെങ്ങന്നൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. മാവേലിക്കര ചെറുകോൽ സ്വദേശിയായ M. മുരളി KSUവിലൂടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. KPCC മുതൽ ജനറൽ സെക്രട്ടറിയും MG സർവകലാശാലയുടെ ആദ്യ സെനറ്റ് അംഗവും KCBയുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗവുമായിരുന്നു. കേരള സംസ്ഥാന ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ബോർഡ് ഡയറക്ടറായും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ നിരാഹാര സമരത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുക്കുന്നത്. 1-ാം വർഷം മുതൽ 4-ാം വർഷം വരെയുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് നഴ്സിംഗ് മഞ്ചേരി കോളേജ് ഇവിടെ തുടങ്ങി. ഒരു കോളേജോ ഒരു കെട്ടിടമോ ഇല്ലാതെയാണ് ഇവിടെ തുടങ്ങിയത്. ഇവിടെ ഞങ്ങള് മെഡിക്കൽ കോളേജിന്റെ സൗകര്യത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ കോളേജ് തുടങ്ങിയത്. ആദ്യത്തെ 2022 ബാച്ച് വന്നു. അവർക്ക് ആദ്യം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ സൗകര്യം ആ കുട്ടികൾക്ക് കൊടുത്തു. ആ കൊടുത്തു തന്നെ ഹോസ്റ്റലിൽ 4 പേര് താമസിക്കേണ്ട ഒരു റൂമിൽ 6 പേരെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഒരു ഹോസ്റ്റൽ സൗകര്യം കൊടുത്തത്. നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മളോട് പറയുന്നത് ഒരു പക്ഷെ നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി സമരം നടത്തുന്നതാവാം എന്നാണ്. പക്ഷെ പറഞ്ഞുകൊള്ളട്ടെ, ഒരു രാഷ്ട്രീയ പ്രേരിതവുമല്ല, ഞങ്ങളുടെ അവസ്ഥയാണ്. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന അവകാശത്തിന് വേണ്ടി മറ്റാരുടെ ഔദാര്യം എന്ന രീതിയിലാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഈ കോളേജിൽ ഞങ്ങൾ പഠിക്കാനാണ് വന്നത്. ഞങ്ങൾ ഇവിടെ കോളേജ് ഉണ്ടാക്കാനാണോ വന്നത്? ഞങ്ങൾ ഇവിടെ ഹോസ്റ്റൽ ഉണ്ടാക്കാനാണോ വന്നത്? ഞങ്ങൾക്ക് മതിയായ ടീച്ചേഴ്സ് ഇല്ല, പഠന നിലവാരമില്ല. നമുക്ക് 4 ബാച്ചുകൾക്കായിട്ട് 2 ക്ലാസ് റൂമാണ് ഉള്ളത്. അതിൽ ഒരു ക്ലാസ് റൂം അവർ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ മാറി മാറി കൊടുക്കേണ്ടി വരും. നമുക്ക് ഒരു സ്ഥിരതയില്ലാത്ത ക്ലാസ് റൂമാണ് നമുക്കുള്ളത്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ക്ലാസ് റൂപ്പുമാർ കടന്ന് ഓട്ടാ എവിടെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്രയും ദുരവസ്ഥയാണ് ഇവിടുത്തെ കോളേജിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാതെ തടഞ്ഞ സംഭവത്തിൽ കേസെടുത്തു. സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെയാണ് കേസെടുത്തത്. അന്യായമായി തടഞ്ഞു വെക്കുകയും മാനഹാനി വരുത്തിയെന്നുമാണ് FIR. നടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക സിന്ധുവിനെയാണ് ചുരിദാർ ധരിച്ചെത്തിയതിന്റെ പേരിൽ സ്കൂളിൽ പ്രവേശിപ്പിക്കാതെ തടഞ്ഞു വെച്ചത്. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് സെക്യൂരിറ്റി ജീവനക്കാർ അധ്യാപികയെ തടഞ്ഞത്. തുടർന്ന് പോലീസ് എത്തിയാണ് അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ അധ്യാപികയെ തടഞ്ഞിട്ടില്ലെന്നാണ് സ്കൂൾ മാനേജറുടെ വിശദീകരണം.
തിരുവനന്തപുരം പാലോട് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. നിർമ്മാണശാല ഉടമ നന്ദിയോട് ആനക്കുഴി സ്വദേശി സജിനാണ് പരിക്കേറ്റത്. ഇയാളെ നെടുമങ്ങാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സജിന്റെ മുഖത്തും കയ്യിലുമാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. പടക്കം കെട്ടുന്നതിനിടെ തിരി സ്പാർക്ക് ചെയ്താകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പടക്ക നിർമ്മാണശാലയ്ക്ക് ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു വരികയാണ്. പാലോട് പോലീസ് 2 റൂമുകൾ സീൽ ചെയ്തിട്ടുണ്ട്. പാലോട് നന്ദിയോട് മേഖലയിൽ ഇപ്പോൾ സ്ഥിരമായി അപകടം ഉണ്ടാകുന്നുണ്ട്. ഇടുക്കിയിലെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരിശോധന തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. ഈ മാസം 14 മുതൽ നടപടികൾ ആരംഭിച്ചു. മാർച്ച് 31 മുമ്പ് പരിശോധന നടത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകും. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ആനച്ചാൽ സ്കൈ ഡൈനിംഗ് സഞ്ചാരികൾ കുടുങ്ങിയതിനെ തുടർന്നാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. സ്ഥാപനങ്ങളെ സംബന്ധിച്ച വിവരം പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ കൈമാറി. ഇതിന് അനുമതിയില്ലാത്തിടത്ത് ആദ്യം പരിശോധന നടത്തും. ഇന്നത്തെ സ്വർണ്ണവേളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,155 രൂപ, പവന് 1,13,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,700 രൂപ, പവന് 93,600 രൂപ. വെള്ളി ഗ്രാമിന് 300 രൂപ, കിലോ 3 ലക്ഷം രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. അമേരിക്കയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ ദ വാഷിംഗ്ടൺ പോസ്റ്റിൽ നടന്ന കൂട്ട പിരിച്ചുവിടലിൽ തനിക്കും ജോലി നഷ്ടമായെന്ന് MP ശശി തരൂരിന്റെ മകൻ ഇഷാൻ തരൂർ. വാഷിംഗ്ടൺ പോസ്റ്റിൽ മാധ്യമ പ്രവർത്തകനായിരുന്ന ഇഷാൻ തരൂർ തന്നെയാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട കാര്യം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. വാഷിംഗ്ടൺ പോസ്റ്റിലെ അന്താരാഷ്ട്ര വിഭാഗത്തിലെ ഭൂരിഭാഗം ജീവനക്കാർക്കും മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കൊപ്പം എനിക്കും ജോലി നഷ്ടമായിരുന്നു. ഞങ്ങളുടെ ന്യൂസ് റൂമിനെ ഓർത്ത്, പ്രത്യേകിച്ച് പോസ്റ്റിന്റെ അന്താരാഷ്ട്ര വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ച പത്രപ്രവർത്തകരെ ഓർത്ത് എന്റെ ഹൃദയം വേദനിക്കുന്നു. വർഷങ്ങളായി ആഴ്ചയിൽ പലതവണ ഈ കോളം വായിച്ചിരുന്ന 5 ലക്ഷത്തോളം വരുന്ന വിശ്വസ്തരായ വരിക്കാരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇഷാൻ തരൂർ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ദിശ മാറ്റുന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂട്ട പിരിച്ചുവിടലെന്ന മാനേജ്മെന്റിന്റെ വിശദീകരണം. എയർ ഇന്ത്യയുടെ വിശദീകരണം തേടി ബ്രിട്ടൻ. ഇന്ധന നിയന്ത്രണ സ്വിച്ച് തകരാർ കണ്ടെത്തിയ വിമാനം സർവീസ് നടത്തിയതിലാണ് എയർ ഇന്ത്യയുടെ ബ്രിട്ടൻ വിശദീകരണം തേടിയത്. 7 ദിവസത്തിനകം എയർ ഇന്ത്യ മറുപടി നൽകണമെന്ന് ബ്രിട്ടൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരിലേക്ക് പുറപ്പെടാറുന്ന എയർ ഇന്ത്യയുടെ AI-132 ബോയിങ് ഡ്രീം ലൈനർ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് നിലത്തിറക്കിയിരുന്നു. വിമാന എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് പിന്നാലെ പൈലറ്റാണ് ഇന്ധന സ്വിച്ചിലെ തകരാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മുംബൈയിൽ ഹൈഡ്രജൻ ബലൂൺ പൊട്ടിത്തെറിച്ച് 3 പേർക്ക് പരിക്ക്. കെട്ടിടത്തിലെ ലിഫ്റ്റിൽ വെച്ചാണ് ബലൂണുകൾ പൊട്ടിത്തെറിച്ചത്. ബലൂൺ വിൽപ്പനക്കാരനും ലിഫ്റ്റിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്കുമാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ബലൂൺ വിൽപ്പനക്കാരനെതിരെ കേസെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ മാർച്ചിന്റെ 1ാം വാർഷിക ദിനത്തിൽ ആശമാർ വീണ്ടും മാർച്ച് നടത്തും. ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും ഉറപ്പാക്കുക എന്നിവയാണ് ആവശ്യം.
സംസ്ഥാന ബഡ്ജറ്റിന് മുമ്പുള്ള വമ്പൻ പ്രഖ്യാപനമാണ് അതിവേഗ റെയിൽ. കോടികൾ തന്നെ ചിലവാക്കുന്ന പദ്ധതി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും സാമ്പത്തിക സഹായവും ആവശ്യമായ പദ്ധതി 10 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. സിൽവർ ലൈൻ പദ്ധതി ഏകദേശം ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നിലെ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും അവസാനിച്ചു. ഇപ്പോൾ പുതിയ ഒരു റെയിൽ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നോട്ടമിട്ടിരിക്കുന്നത്. RRTS പദ്ധതി കൊള്ളാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ എത്തുന്നത്. നേരത്തെ റെയിലിന് പാടം നികത്തിയും വസ്തുവകകൾ രണ്ടായി പിളർന്നും അങ്ങനെ പോകുമ്പോൾ വലിയ വീടുകൾ തകർന്നുമൊക്കെ പോകുന്ന അല്ലെങ്കിൽ റെയിൽ സംവിധാനം നടപ്പിലാക്കാനായിരുന്നു അന്ന് സർക്കാർ തീരുമാനിച്ചതെങ്കിൽ ഇത്തവണ അല്പമൊന്ന് മാറി ചിന്തിച്ചിരിക്കുന്നു. അതും പാളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവനും തൂണുകളിൽ തന്നെയായിരിക്കും. തൂണുകൾ ഉയർത്തി അതിനു മുകളിലൂടെ അതിവേഗത്തിൽ പായുന്ന 120 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ പായുന്ന റെയിൽ സംവിധാനം നടപ്പിലാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ഏകദേശം 2 ലക്ഷം കോടിയോളം രൂപ ചിലവ് വരുന്ന പദ്ധതി. എന്തായാലും ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ RRTS അതായത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തുന്നു. മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം പ്രഖ്യാപനമായി വരുന്നു. അടുത്ത ദിവസത്തെ ബഡ്ജറ്റിൽ ഈ RRTS ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എന്തായാലും പദ്ധതിക്ക് ജീവൻ വയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത കാര്യം. 20% കേന്ദ്ര സർക്കാർ, 20% സംസ്ഥാന സർക്കാർ. ബാക്കിയുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കടം നൽകാൻ കഴിയുന്ന ഏജൻസികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ നിന്നുമൊക്കെ പൈസ കടമെടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. കാരണം അതിവേഗ റെയിൽ സംവിധാനം കേരളത്തിന് അനിവാര്യമാണ്. നമ്മുടെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്ര പുരോഗമിച്ചാൽ തന്നെയും നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് വളരെ വേഗത്തിൽ നാടുകളിലെത്താനും മറ്റു സംവിധാനങ്ങൾക്കുമൊക്കെയായി ഒരുക്കുന്ന ഈ RRTS സംവിധാനത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ നടത്തിപ്പിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലെ രാഷ്ട്രീയം കടന്നുകൂടുമോ? ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾ കടന്നു വരുമോ? അതോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണോ? ഇതാണ് ഇപ്പോൾ സമൂഹത്തിൽ വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നത്. റെയിൽ പദ്ധതിക്കെതിരെ വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് ഉയർന്നു വന്നത്. ഒപ്പം വലിയ തരത്തിലുള്ള എതിർപ്പുകളും. കാരണം പദ്ധതി പ്രഖ്യാപിച്ച അന്നു മുതൽ തന്നെ ഈ പദ്ധതി കടന്നു പോകുന്ന മേഖലകളിൽ വലിയ നഷ്ടമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആളുകൾക്ക് അവരുടെ വീടുകൾ പോലും നഷ്ടമായി. അങ്ങനെ കണക്കെടുത്ത് നോക്കിയപ്പോഴേക്കും റെയിൽപാത പണിയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം രൂപ ഈ നഷ്ടപരിഹാരമായി നൽകേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തൂണുകളിലൂടെ ചീറിപ്പായുന്ന പുതിയ പദ്ധതിക്ക് വലിയ തരത്തിലുള്ള അംഗീകാരം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. എന്തായാലും എതിർവിഭാഗങ്ങൾ, അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇതുവരെയായും വിയോജിപ്പിൻ്റെ സ്വരങ്ങളോ എതിർ സ്വരങ്ങളോ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. പദ്ധതികൾ വരുന്നത് സംസ്ഥാനത്തിന് ആവശ്യമാണ്. പക്ഷേ ഇത് ജനങ്ങളെ ദ്രോഹിക്കാത്ത തരത്തിലുള്ള ഒരു പദ്ധതിയാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാരിനുള്ളത്, ഒപ്പം നാട്ടുകാർക്കുമുള്ളത്. ഇനി പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുപ്പിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളായിരുന്നു റെയിലുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് RRTSന്റെ പ്രത്യേകത. അതായത് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും ആ പട്ടണങ്ങളിൽ നിന്ന് മറുപട്ടണങ്ങളിലേക്കും പോകുന്ന തരത്തിൽ 4 ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയാണ് നടത്തിപ്പ്. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം, അങ്ങനെ 4 ഘട്ടങ്ങളിൽ കണ്ണൂർ, കാസർഗോഡ് ആകുമ്പോഴേക്കും ഇത് പൂർത്തിയായി കഴിയും. എന്തായാലും വളരെ നാൾ എടുത്തുകൊണ്ട് 2027 തുടങ്ങി 10 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് ജനങ്ങളുടെ സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് CPIMനുള്ളത്, ഇപ്പോഴത്തെ സർക്കാരിനുള്ളത്. പക്ഷേ ഇതിലെല്ലാം ബദലായി മറ്റൊരു രാഷ്ട്രീയം കൂടി കടന്നു വരുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കും മെട്രോമാൻ ശ്രീധരൻ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ശ്രീധരൻ കൊണ്ടുവരുന്ന പദ്ധതി എത്ര കണ്ട് വിജയപ്രദമാകും എന്ന് നോക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ ശ്രീധരൻ കൊണ്ടുവരുന്ന അതിവേഗ റെയിൽ പദ്ധതിയുടെ പാളങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ, സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തി ആളുകളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ശ്രീധരൻ ശ്രമിക്കുന്നത്. എന്തായാലും ആ പദ്ധതിയും അങ്ങനെ 2 പദ്ധതികൾ ഒരുപോലെ സംസ്ഥാനത്ത് അതിവേഗ റെയിൽ പദ്ധതികൾ വരുന്നു. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ മത്സരമാണോ എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുന്നത്. പ്രത്യേകിച്ചും ഒരിക്കൽ പരാജയപ്പെട്ട
പെട്ടുപോയ കേരയിൽ പദ്ധതിക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ RRTS പദ്ധതി വരുന്നു. അതിൽ സംസ്ഥാന സർക്കാർ മുതൽ മുടക്കാൻ തയ്യാറെടുക്കുന്നു. പക്ഷേ അതിനു ബദലായി അതിവേഗ റെയിൽ സംവിധാനം വരാൻ മെട്രോമാൻ തയ്യാറെടുക്കുന്നു. ആ സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഓഫീസ് തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 2 അതിവേഗ റെയിൽ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം നടക്കുന്നതിനിടയിൽ ഇനി രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. സെമിയിൽ പഞ്ചാബിനെ എതിരില്ലാത്ത 4 ഗോളിന് തകർത്താണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ സർവീസസ് ആണ് കേരളത്തിന്റെ എതിരാളികൾ. തുടർച്ചയായ 2ാം തവണയാണ് കേരളം സന്തോഷ് ട്രോഫി ഫൈനലിൽ എത്തുന്നത്. ക്വാർട്ടറിൽ അസമിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് കേരളം സെമി ഫൈനലിൽ കടന്നത്. അവിടുന്ന് ഇപ്പോൾ ഫൈനലിലേക്ക് കേരളം പ്രവേശിച്ചിരിക്കുകയാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിലാണ് കേരളം ഫൈനൽ പ്രവേശനം ഉറപ്പിച്ചിരിക്കുന്നത്. സെമിയിൽ പഞ്ചാബിനെ എതിരില്ലാത്ത 4 ഗോളിന് തകർത്താണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം എന്നതാണ് പ്രത്യേകത. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ സർവീസാണ് കേരളത്തിന്റെ എതിരാളികൾ. തുടർച്ചയായ 2ാം തവണയാണ് കേരളം സന്തോഷ് ട്രോഫി ഫൈനലിൽ എത്തുന്നത്. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ സർവീസിനെ തോൽപ്പിക്കുകയാണെങ്കിൽ സന്തോഷ് ട്രോഫി കിരീടം കേരളം സ്വന്തമാക്കും. എന്തായാലും സെമിയിൽ പഞ്ചാബിനെ എതിരില്ലാത്ത 4 ഗോളിന് തകർത്താണ് കേരളം ഫൈനലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം. ഫൈനൽ മത്സരത്തിൽ സർവീസസിനെയാണ് കേരളം നേരിടുക. തുടർച്ചയായ 2ാം തവണയാണ് സന്തോഷ് ട്രോഫിയിൽ കേരളം ഫൈനലിൽ എത്തുന്നത്. മറ്റു വാർത്തകളിലേക്കാണ്. സംസ്ഥാന ബഡ്ജറ്റിൽ ഇടുക്കി ജില്ലയെ പൂർണ്ണമായി അവഗണിച്ചുവെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ M.J. ജേക്കബ്. കാർഷിക മേഖലയ്ക്ക് ഗുണകരമായ പദ്ധതികളൊന്നുമില്ല. കാലാവധി അവസാനിക്കാറായ സർക്കാരിന്റെ തുരങ്കപാത പ്രഖ്യാപനം തമാശയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് യാതൊരു ഗുണവും ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രസംഗമായിട്ട് മാത്രമേ ഈ ബഡ്ജറ്റിനെ കണക്കാക്കാൻ പറ്റൂ. കട്ടപ്പനയിൽ നിന്ന് തേനിക്ക് തുരങ്കപാത ഉണ്ടാക്കുന്നതിന് വേണ്ടി 10 കോടി രൂപ പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു തമാശയായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. 1 മാസം മാത്രം കാലാവധിയുള്ള ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ നിൽക്കാത്ത ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷിയിടങ്ങളും വനപ്രദേശവുമായിട്ട് വേർതിരിക്കുന്നതിന് ഫെൻസിങ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല. കിടങ്ങുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് സാധ്യമാകുന്ന പദ്ധതികളൊന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. ശബരിമല പ്രക്ഷോഭം അടക്കമുള്ള പഴയ കേസുകളുടെ പേരിൽ പോലീസ് ഇപ്പോൾ താൻ അടക്കമുള്ളവരെ വേട്ടയാടുകയാണെന്ന് BJP നേതാവും ഗോവ മുൻ ഗവർണറുമായ PS ശ്രീധരൻപിള്ള. 97 വയസ്സുള്ള ഒ രാജഗോപാലിനെ പോലും ജാമ്യമില്ലാ വാറണ്ട് പ്രകാരം പ്രതി ചേർത്തിരിക്കുകയാണ്. കേരളം ഭരണഘടനാ വിരുദ്ധതയുടെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമായി മാറിയെന്നതിന്റെ തെളിവാണിത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം. ഗവർണറായിരുന്ന തനിക്കാണ് താൻ ആഹ്വാനം പോലും ചെയ്യാത്ത ഹർത്താലിന്റെ പേരിൽ പോക്സോ കോടതിയിൽ ഹാജരാകേണ്ടുന്ന സ്ഥിതി വരുന്നത്. താൻ അഭിഭാഷക വൃത്തിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒ രാജഗോപാലിന് വേണ്ടിയുള്ള കേസിന്റെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. കേരളം ഈ കാടത്തത്തിൻ്റെ നിയമവിരുദ്ധതയുടെ ഭരണഘടനാ വിരുദ്ധതയുടെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമായി കേരളം ഇപ്പം മാറുകയാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഒ രാജഗോപാൽ 97 വയസ്സുള്ള കേരള രാഷ്ട്രീയത്തിൽ ഏത് എതിരാളികളും മാനിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഇപ്പം ഞാൻ വന്ന് ജാമ്യം നൽകാൻ പാടില്ലാത്ത വാറണ്ടിൽ അദ്ദേഹത്തിന് നിലനിൽക്കുകയാണ്, പ്രതിയാക്കിയിരിക്കുകയാണ്. അവർ പറയുന്നു ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഒരു കുറ്റം ഒരു കേസിൽ ഉൾപ്പെട്ടാൽ, BJPക്കാർ ഉൾപ്പെട്ടാൽ BJPയുടെ എല്ലാ നേതാക്കന്മാരെയും പ്രതികളാക്കണം. ഇതാണ് പറയുന്നത്. ഇത് ഇന്ത്യയിൽ കേട്ടുകേൾവിയുള്ളൊരു സംഭവമല്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഏറ്റവും ഒടുവിലായി രാജഗോപാലിനെ പ്രതിയാക്കി, എന്നെ പ്രതിയാക്കി 2 കേസുകൾ ഞാൻ ഇതിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വിചാരണ നേരിടാൻ വേണ്ടി പോകേണ്ടത് പോക്സോ കോടതിയിലാണ്. പോക്സോ കോടതിയിൽ എന്നെപ്പോലെ ഒരു റൂമിനെ പോലും നുള്ളു നോവിച്ചിട്ടില്ലാത്ത, എതിരാളികളോട് മാന്യത കാണിച്ചിട്ടുള്ള, ദേശാഭിമാനി പറയട്ടെ അവരുടെ എത്ര പത്രങ്ങളാണ്, എത്ര മാനനഷ്ട കേസുകൾ ഞാൻ അവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്.
Can a police officer, DGP, can implicate a person as an accused? Can he pass an order? What authority is having? പത്തനംതിട്ടയിൽ ഒരാളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കോട്ടയം സ്വദേശിയായ പ്രസന്നനാണ് മരിച്ചത്. റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മേസ്തിരി പണിക്കാരനാണ് പ്രസന്നൻ. ആലപ്പുഴയിൽ മാവേലിക്കരയിൽ മദ്യലഹരിയിൽ പോലീസ് വാഹനം ഓടിച്ച ഉദ്യോഗസ്ഥൻ. മാന്നാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് കായംകുളം ചെട്ടിക്കുളങ്ങര റോഡിൽ അപകടകരമായി വാഹനം ഓടിച്ചത്. ഒടുവിൽ മദ്യപിച്ച അവശ നിലയിലായ ഉദ്യോഗസ്ഥൻ വാഹനം റോഡരികിൽ നിർത്തുകയായിരുന്നു. തൃശൂർ പൂങ്കുന്നം പാടം ശേഖരത്തിലുണ്ടായ തീ അണച്ചു. പാടത്തെ പുല്ലിനാണ് തീ പിടിച്ചത്. തുടർന്ന് പാടത്ത് തീ ആളിപ്പടരുകയായിരുന്നു. തൃശൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പാടത്തിന് സമീപം വീടുകൾ ഉള്ളതിനാൽ തീ വ്യാപിച്ചത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാക്കൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മാണനാട് സ്വദേശികളായ അഭിജിത്തും സഹോദരൻ അജിത്തും സുഹൃത്തും സഞ്ചരിച്ച ബൈക്കിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ കുന്നത്തുകാൽ മണിനാടിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ബൈക്കിൽ പോകുന്നതിനിടയിൽ ഒരു സംഘം ബൈക്കിന് കൈ കാണിക്കുകയും നിർത്താതെ മുന്നോട്ടു പോയതിനെ തുടർന്ന് ടോർച്ച് കൊണ്ട് ആഞ്ഞടിക്കുകയുമായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ അഭിജിത്തിനെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവാക്കൾ. കൊല്ലം പൂയപ്പള്ളിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച 19-കാരൻ അറസ്റ്റിൽ. വെള്ളിച്ചക്കാല സ്വദേശി ഫാറൂഖിനെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രണയം നടിച്ച് മുട്ടറ മരുതി മലയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ അസ്വാഭാവിക പെരുമാറ്റത്തെ തുടർന്ന് മാതാപിതാക്കൾ CWCL കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ആലപ്പുഴ മാന്നാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ 35-കാരൻ അറസ്റ്റിൽ. കന്യാകുമാരി സ്വദേശി അജിനാണ് അറസ്റ്റിലായത്. പ്രതിയുടെ സഹോദരിയുടെ മക്കളായ 17, 14 വയസ്സുള്ള കുട്ടികളെയാണ് പീഡിപ്പിച്ചത്. അധ്യാപകർ നടത്തിയ കൗൺസിലിംഗിലാണ് ഇരുവരും പീഡനത്തിനിരയായ വിവരങ്ങൾ 17-കാരിയെ അറിയിച്ചത്. കഴിഞ്ഞ 9 വർഷമായി പ്രതി കുട്ടികളെ പീഡിപ്പിച്ചു വരികയായിരുന്നു. പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചേർത്ത് ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ഭഗവാന് മുൻപേ ദേവസ്വം മന്ത്രി VN വാസവൻ അടക്കമുള്ള പ്രമുഖർക്ക് സദ്യ വിളമ്പിയ സംഭവത്തിൽ പരിഹാര ക്രിയകൾ പൂർത്തിയായി. സദ്യാസമർപ്പണം, പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളോടെയാണ് രണ്ടാമത് പരിഹാര ക്രിയകൾ പൂർത്തിയായത്. പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം നിർദ്ദേശിച്ച പരിഹാര ക്രിയകളും സമാപിച്ചു. കഴിഞ്ഞ അഷ്ടമിരോഹിണി നാളിൽ മറ്റ് ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തന്ത്രി നിശ്ചയിച്ചിട്ടുള്ള പ്രായശ്ചിത്ത വഴിപാടുകളെല്ലാം അതിൻ്റെ 2ാം ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നത് പള്ളിയോട സേവാ സംഘത്തിൻ്റെ സെക്രട്ടറി പ്രസാദ് ആനന്ദ്വാൻ, പ്രസിഡന്റ് സാമ്പദേവൻ, വൈസ് പ്രസിഡന്റ് സുരേഷ് ഉണ്ട്. ആദ്യമായിട്ട് സെക്രട്ടറിയോട് നമ്മൾ ഈ 2ാം ഘട്ട പ്രായശ്ചിത്തം എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. ഇന്ന് ആചാര ലംഘനത്തിൻ്റെ 2ാം ഘട്ട ചടങ്ങ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് സമൂഹ സദ്യയാണ് പ്രധാനമായിട്ടും. ദേവന് ഒരു പറ അരിയും ചോറും അതുപോലെ തന്നെ 4 കറി കൂട്ടാനാണ് അകത്ത് നീതിക്കുന്നത്. വെളിയിൽ തന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള 11 പറ അരിയുടെ സദ്യയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 1ാം ഘട്ടം എന്തൊക്കെയായിരുന്നു പ്രസിഡന്റ്? 1ാം ഘട്ടം നമ്മൾ ഇവിടെ പണം സമർപ്പിക്കുക, എന്നിട്ട് നമ്മൾ ആചാര ലംഘനം മേലിലുണ്ടാവുക എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അതെല്ലാ തരത്തിലുമുള്ള അദ്ദേഹം കുറിച്ചു തന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചെയ്തു. എല്ലാവരും പള്ളിയോട സേവാസംഘം, ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ പണം ഇടുകയും എണ്ണി നോക്കാതെ പണം ഇടുക.
അങ്ങനെ ആ ഉരുളിയിലിട്ട ശേഷം അത് ഭഗവാന് കൊണ്ടുപോയി സമർപ്പിച്ച് അത് എണ്ണി തിട്ടപ്പെടുത്തി ദേവസ്വം ബോർഡ് വഴി ഈ സദ്യക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ വഴിപാട് നടത്തിയിട്ടുണ്ട്. അതാണ് അന്ന് നടന്നത്. ആദ്യത്തെ ദിവസം അത് 28-ാം തീയതി വൈകിട്ട് 5:30-ക്കാണ് നടന്നത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് അവസാനം അത് നമ്മൾ വിളിച്ചു ചൊല്ലി ആ പ്രായശ്ചിത്തം കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ശബരിമലയ്ക്ക് പറ്റിയ ചെറിയ പാളിച്ച ഇനി ഉണ്ടാകത്തില്ല എന്നുള്ള ഉറപ്പോടുകൂടി പാളിച്ചയില്ല എന്നൊരു ദിവസം നടത്തണം. 11 പറ അരി മാത്രം അതിൻ്റെ വിഭവങ്ങളുമേ ഉണ്ടാക്കാവുന്നതാണ്. അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പാടില്ല, കുറവും പാടില്ല. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അത് തീരുന്നവരെ എല്ലാവർക്കും വിളമ്പും. വടക്കേ ഊട്ടുവരയിലും അതുപോലെ പടിഞ്ഞാറേ ഊട്ടുവരയിലുമായിട്ട് അത് സംവിധാനം ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡും ഉപദേശക സമിതിയും ഭക്തജനങ്ങളും തന്ത്രിയും അതുപോലെ പള്ളിയോട സേവാ സംഘവും സംയുക്തമായിട്ടാണ് ഇക്കാര്യം നടത്തുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ചടങ്ങുകൾ ഇനിയിപ്പം ഇതിന് ശേഷം എല്ലാം സമാപിക്കും, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് സംബന്ധിച്ച് അന്ന് കഴിഞ്ഞ അഷ്ടമിക്ക് സംബന്ധിച്ച് ആ ദേവനെ നിയന്ത്രിക്കുന്ന മുമ്പ് ഇവിടെ സമൂഹ സദ്യക്ക് വിളമ്പി എന്നായിരുന്നു ആചാരലംഘനമായിട്ട് തന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ തന്ത്രി നിർദ്ദേശങ്ങളും പകരുന്നു. വിളിച്ചൊല്ലി പ്രായശ്ചിത്തവും എണ്ണ പിടിപ്പണ സമർപ്പണവും അതിന് കഴിഞ്ഞു. ഇന്ന് സമൂഹ സദ്യ 11 പറ അരിയുടെ സദ്യയും വിഭവങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത്. ചടങ്ങ് ഇന്നുകൊണ്ട് പൂർത്തിയാകുകയാണ്. ഇനിയുള്ളത് അടുത്ത കൊല്ലം മുതൽ എങ്ങനെ ഏത് സമയത്ത് നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം രേഖാമൂലം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് തന്ത്രിയാകത്തുനിന്ന് വിളക്ക് ദീപം കൊളുത്തി തരണം, ഇന്ന സമയത്തായിരിക്കണം, അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിച്ചുള്ള സമയത്തായിരിക്കണം. നിവേദ്യം അപ്പോഴത്തേക്ക് അവർ നടത്തിത്തരും. നമുക്ക് ഏത് സമയത്ത് നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇന്ന സമയം എന്ന് പറയുന്നില്ല. അപ്പോൾ ഏത് സമയത്ത് നടത്തണോ ആ സമയം അവരെ അറിയിച്ചാൽ അതനുസരിച്ച് അവിടുത്തെ നിവേദ്യം അവർ ക്രമീകരിക്കുകയും ആ ഒരു ദിവസം മാത്രം അഷ്ടമിരോഹിണി ആ ദിവസം ക്രമീകരിക്കുകയും അവർ വിളക്ക് കത്തിച്ച് നമുക്ക് തരികയും ഇവിടെ വിളമ്പുകയും ചെയ്യാം. ഇനി അങ്ങനെ ഒരു ആചാരലംഘനം ഉണ്ടാകാത്ത രീതിയിലുള്ള നിർദ്ദേശവും തന്ത്രികളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പള്ളിയോട സേവാ സംഘത്തിന്റെ ചെലവിലാണ് നടത്തുന്നത്. ഇന്ന് വള്ളസദ്യ നമ്മൾ ഒരു വള്ളമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ചടങ്ങുകളും പള്ളിയോടെ ഇന്ന് ഇറങ്ങാൻ സ്ഥലം എല്ലാ പള്ളിയോടും കയറ്റി ചെയ്യുന്ന വെള്ളം കുറവുണ്ട്. അതുപോലെ ഞങ്ങൾ പറയിട്ടിരിക്കുന്ന പള്ളിയോടെ സാധാരണ 2 പറയാണ് വള്ളസദ്യ ഇടുന്നത്. ദേവൻ ഒരു പറയിടും. ആ ഇടുന്ന വഴിപാടുകാരൻ ഇന്ന് പള്ളിയോട സംഘമാണ് വഴിപാട്. അതുകൊണ്ട് പള്ളിയോട സംഘത്തിന് ഒരു പറയും, ദേവനൊരു പറയും. 2 പറയും ഇട്ടിട്ടുണ്ട്. എല്ലാ ചടങ്ങും നടക്കും. അങ്ങനെ അഷ്ടമിരോഹിണി വള്ളസദ്യക്ക് എന്തൊക്കെ ചടങ്ങുകളാണോ ക്ഷേത്രത്തിൽ നടക്കാറുള്ളത്, അങ്ങനെ വെറ്റില പുകയില അങ്ങനെ നിറപറ എല്ലാം വെച്ചിട്ടാണ് ആചാര ലംഘനത്തിന് പള്ളിയോട സേവാ സംഘത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ 2ാം പ്രായശ്ചിത്ത ഘട്ടം ആറന്മുള ക്ഷേത്രത്തിൽ നടത്തുന്നത്. ആറന്മുളയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട. 3ാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിൽ പ്രബന്ധാവതരണത്തിന് ഡോക്ടർ ഫയാസിന് അവസരം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹോമിയോപ്പൾസ് കേരള നടപ്പാക്കുന്ന പ്രൈം പദ്ധതിയുടെ ഗൈഡും ചെങ്ങന്മാനാട് ഐഡിയൽ ഹോമിയോപ്പതിയിലെ ചീഫ് ഫിസിഷ്യനുമാണ് ഡോക്ടർ ഫയാസ്. ഡയബറ്റിക് ഫുഡ് ചികിത്സ സംബന്ധിച്ച വിഷയത്തിലാണ് പ്രബന്ധം അവതരിപ്പിക്കുന്നത്. ആയുഷ് മന്ത്രാലയത്തിന്റെയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും സഹകരണത്തോടെ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും ചേർന്നാണ് ആയുഷ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 15 മുതൽ 17 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ 35-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ആയുർവേദം, ഹോമിയോപ്പതി, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ എന്നിവയുടെ സവിശേഷതകളെ ലോക ജനതയ്ക്ക് പരിചയപ്പെടുത്തുന്നതാണ് സമ്മേളനം. തീയതികളിൽ ദുബായിൽ നടക്കുന്ന അന്താരാഷ്ട്ര വേൾഡ് ആയുഷ് കോൺഫറൻസിൽ നമ്മൾക്ക് പ്രബന്ധം അവതരിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് എനിക്ക് പ്രബന്ധം അവതരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. അത് ഡയബറ്റിക് ഫുഡ്, നമ്മൾ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ കാല് മുറിച്ച് കളയുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അങ്ങനെ കാല് മുറിച്ച് കളയാതെ തന്നെ ഹോമിയോപ്പതിയിലൂടെ ചികിത്സിച്ച് എങ്ങനെ ഭേദമാക്കാമെന്നുള്ളതിലാണ് ഞാൻ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. 15, 16, 17 തീയതികളിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ദുബായിൽ വെച്ചിട്ടാണ് ഇവൻ്റ് നടക്കാൻ പോകുന്നത്. അതിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ പ്രബന്ധം. കോഴിക്കോട് മുക്കത്ത് 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച RSS പ്രവർത്തകൻ അറസ്റ്റിൽ. മുക്കം സ്വദേശി ബാബുരാജനെയാണ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിനിയുടെ കുടുംബ സുഹൃത്തായിരുന്നു ബാബുരാജൻ. സ്കൂളിൽ വെച്ച് നടത്തിയ കൗൺസിലിംഗിലാണ് വിവരം പുറത്തറിഞ്ഞത്. പലതവണ കുട്ടിയെ ബാബുരാജൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു. പരാതിയെ തുടർന്ന് മുക്കം പോലീസ് ബാബുരാജനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
കോഴിക്കോടാണ് മുക്കത്ത് 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച RSS പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുന്നത്. മുക്കം സ്വദേശിയ ബാബുരാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥിനിയുടെ കുടുംബ സുഹൃത്തായിരുന്നു ബാബുരാജൻ. സ്കൂളിൽ വെച്ച് നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി ഇത്തരത്തിൽ പീഡന വിവരം പുറത്തു പറയുന്നത്. പലതവണ കുട്ടിയെ ബാബുരാജൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിദ്യാർത്ഥിനി നൽകിയ മൊഴി. പരാതിയെ തുടർന്ന് മുക്കം പോലീസ് ബാബുരാജനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് മുക്കത്താണ് 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ RSS പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീട്ടിൽ നിന്നും 72 പവൻ കവർന്ന കേസിലെ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചു. കലിയൂർ സ്വദേശി ശ്രീകാന്തിനെയാണ് കാട്ടാക്കട പോലീസ് തെളിവെടുപ്പിനായി എത്തിച്ചത്. കട്ടക്കോട് സ്വദേശി ഷൈനിന്റെ വീട്ടിലാണ് പ്രതി കവർച്ച നടത്തിയത്. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം. 2 വർഷം മുമ്പ് കാട്ടാക്കട കിള്ളി പ്രദേശത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. കോഴിക്കോട് കാക്കൂർ പാവണ്ടൂരിൽ വൈദ്യുതാഘാതമേറ്റ് +2 വിദ്യാർത്ഥി മരിച്ചു. പാവണ്ടൂർ മഞ്ചപ്പറയ്ക്കൽ സ്വദേശി അഭിജിത്താണ് മരിച്ചത്. പ്രഷർ വാഷർ ഉപയോഗിച്ച് നിലം കഴുകി വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം. അഭിജിത്ത് ബോധരഹിതനായി വീണ് കിടക്കുന്നത് സമീപവാസിയാണ് ആദ്യം കണ്ടത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം കുട്ടിയെ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിരുവനന്തപുരം വർക്കലയിൽ ഇരുചക്ര വാഹന മോഷ്ടാക്കൾ പിടിയിൽ. ഇടുക്കി സ്വദേശി രാഹുൽ, വക്കം സ്വദേശി വിഷ്ണു എന്നിവരാണ് പിടിയിലായത്. വർക്കല ബീച്ച് റോഡിന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന പൾസർ ബൈക്കാണ് മോഷണം പോയത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കാണിച്ച് ഉടമ പരാതി നൽകിയെങ്കിലും പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വർക്കലയിലെ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരവെയാണ് പ്രതികൾ പിടിയിലായത്. കൊല്ലം അഞ്ചലിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതായി പരാതി. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ. പൈപ്പ് പൊട്ടിയതിനാൽ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ ശുദ്ധജലം ലഭിക്കുന്നില്ല. വേനൽ കടുത്തതോടെ കിണറുകൾ വറ്റിയ അവസ്ഥയിലാണ്. പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് പൈപ്പ് പൊട്ടി പാഴാവുന്നത്. ഇങ്ങനെ പൊട്ടിക്കിടന്നുണ്ട്. വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ശരിയാക്കുന്നില്ല. റോഡ് കുഴിക്കാനുള്ള പെർമിഷൻ PWD കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. റോഡ് ടാറ് കിട്ടുമ്പോഴത്തേക്ക് പൈപ്പ് കണ്ടുപിടിച്ച് പൊട്ടിക്കാനും പെർമിഷൻ കിട്ടുന്നില്ല പറയുന്നത്. ഏതാണ്ട് 10-20 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ശകലം പോലും വെള്ളം നമുക്ക് കുടിവെള്ളം കിട്ടത്തില്ല. അതെല്ലാം ഇങ്ങനെ റോഡേ പായി പോയി. ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ചുറ്റുള്ളത് ഞാറക്കാട് ജംഗ്ഷൻ വരെ ഇതേ രീതിയിലാണ്. 2 വീലർ പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇങ്ങനെ വെള്ളം പൊട്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. കാർഷിക രംഗം വളരാൻ ഓരോ വീടുകളിലും പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. തിരുവനന്തപുരം പോത്തൻകോട് ഹൈടെക് രീതിയിൽ സജ്ജീകരിച്ച ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 6 ഏക്കറിൽ ഹൈടെക് രീതിയിലാണ് സമഗ്ര പച്ചക്കറി കൃഷി യജ്ഞം എന്ന പേരിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തിയത്. മൾച്ചിംഗ് ഷീറ്റ് ഉപയോഗിച്ച ഡ്രിപ്പ് സംവിധാനത്തിലൂടെ 12 ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. വിളവെടുത്ത പച്ചക്കറിയുടെ ആദ്യ വിൽപ്പന മന്ത്രി GR അനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കാർത്തിക S നായർക്ക് നൽകി നിർവഹിച്ചു. 10-ലധികം പച്ചക്കറികൾ കൃഷി ചെയ്യാനും അത് നാടിനെ ഒരു സന്ദേശമാക്കി മാറ്റുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വിജയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയും കൃഷി വകുപ്പും ഒരു മനസ്സോടെ കാർഷിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ രംഗത്ത് വന്നതിൻ്റെ ഏറ്റവും നല്ല വിജയകരമായ അനുഭവമാണ് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം. ഇന്ത്യ-US വ്യാപാര കരാറിൽ വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം. 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് പറഞ്ഞെങ്കിലും റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായില്ല. വെനസ്വേലയുമായി ഇന്ത്യക്ക് ദീർഘകാലമായി പങ്കാളിത്തമുണ്ടെന്നും ലാഭകരമാണെങ്കിൽ അവിടെ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറാണെന്നുമായിരുന്നു ജയ്സ്വാൾ മറുപടി. കഴിഞ്ഞ ദിവസം ഇന്ത്യ-US വ്യാപാര കരാറിന്റെ ഭാഗമായാണ് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്.
We have, as I told you, there's a history of engagement with Venezuela. We have long-standing energy partnership with them, and we remain open to exploring options of availability of crude oil from Venezuela and other places, depending on its commercial viability.